ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. ഇതിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇവിടെ ഏതൊരു ബിൽഡിംഗ് ആയാലും ശരി, മറ്റേ റൂമുകളൊക്കെ ആണെങ്കിലും ഇവിടെ ഇതുപോലുള്ളൊരു ടാങ്ക് ഉണ്ടാവും. ആദ്യം ഇതുപോലെ ഒരു ടാങ്ക് ഉണ്ടാവും. ഈ ടാങ്കിലാണ് നമ്മളത് ഈ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ദീവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദുബായ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതോറിറ്റി ഉണ്ട്. അതിൻ്റെ കീഴിലാണ് ഇവിടുത്തെ വെള്ളം അതുപോലെ തന്നെ കറണ്ടൊക്കെ വരും കേട്ടോ. നമ്മളിവിടെ KSEB കറണ്ടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി വെള്ളത്തിന് വേണ്ടിയിട്ടല്ല. ഇവിടെ ദീപ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ സംഭവമാണ്. ഇതിലാണ് വെള്ളവും കറണ്ടൊക്കെ വരുന്നത് കേട്ടോ. അതിൻ്റെ കീഴിലൊരു ടാങ്ക് വെക്കും. ഈ ടാങ്ക് വേണമെന്നില്ല, പക്ഷേ ഇത് ബിൽഡിങ്ങിലേക്കുള്ള സ്റ്റോറേജ് ടാങ്ക് പോലെ വെക്കുന്നതാണ്. ഇവിടെ ഒരു പ്രഷർ പമ്പ് ഉണ്ടാവും. ഈ പമ്പ് 24 hour വർക്കിംഗ് ആയിരിക്കും. എപ്പോഴും വർക്കിംഗ് ആയിരിക്കും. കാരണം ഇതിൽ നിന്നാണ് മുകളിലോട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടുള്ള ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യാം. ഫുൾ ടൈം വെള്ളം ലോഡായിരിക്കും. ഈ ലോഡായ വെള്ളം ഇവിടെ നേരെ പമ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളം എന്ത് ചെയ്യും, ഇതിലേക്ക് വരും. അങ്ങനെ ഇത് ഫുൾ ടൈം ഇത് ഒരു റിസർവ് ടാങ്ക് ആയിട്ട് ഇതിലിങ്ങനെ ഫുൾ ടൈം നിൽക്കും. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, മുകളിലേക്ക് വെള്ളം അടിച്ച് മുകളിലേക്ക് കയറ്റും. ഇവിടെ നമുക്ക് 1-2 സംഭവങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഇലക്ട്രിക്കൽ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇലക്ട്രിക്കൽ റൂം അതുപോലെ തന്നെ ടെലഫോൺ റൂം. ഈ ടെലഫോൺ റൂം എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ടെലഫോണൊന്നും ഇവിടെ ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ നെറ്റ് കേബിളൊക്കെ ഉണ്ടല്ലോ, നെറ്റ് കേബിളൊക്കെ ഇതിലാണ് വരിക. അത് ഇലക്ട്രിക്കൽ റൂം നമ്മൾ നോർമലി ഉള്ള പോലെ തന്നെ ഇലക്ട്രിക്കൽ റൂമും കാര്യങ്ങളൊക്കെ നോർമലി തന്നെയാണ്. മീറ്റർ പാനൽ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇതിൽ ടെലഫോൺ റൂം എന്ന് പറഞ്ഞിട്ട് റൂമുണ്ടാവും. ഓക്കെ, പിന്നെ ഈ കാണുന്നത് ഒരു സംഭവം ഞാൻ വയ്യ പറഞ്ഞുതരാം. പിന്നെ ഏതൊരു ബിൽഡിങ്ങിലേക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ആയിരിക്കും കോണി ഉണ്ടാവും കേട്ടോ. ബിൽഡിംഗ് ആണെങ്കിലും ഇനിയിപ്പോൾ വീടാണെങ്കിൽ തന്നെ ഇതുപോലെ ഒരു ടവറിലൊക്കെ നമ്മളുടെ ടവറിൽ കാണുന്ന കോണി ഉണ്ടല്ലോ, ഇതുപോലത്തെ കോണികളായിരിക്കും എല്ലായിടത്തും വരിക. ഇതിലൂടെ വേണം എന്ത് സാധനം മുകളിലേക്ക് കയറ്റാനും ഇറക്കാനൊക്കെ ഈ ഒരു കോണി ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ ഒന്നും സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് മേലെ കയറാന്നല്ലാതെ ഇതായിരിക്കും വീട്ടിലായാലുള്ള കോണി. ഇതായിരിക്കും വീടിനുള്ളിലൂടെയുള്ള കോണി ഉണ്ടല്ലോ, ആ സെറ്റപ്പ് ഇവിടെ കാണുന്നില്ല. നമുക്ക് ബിൽഡിങ്ങിൻ്റെ മേലൊന്ന് കയറി വെക്കാം. ബിൽഡിങ്ങിന് മേലത്തെ കാഴ്ചകളൊക്കെയാണ് കാണേണ്ടത് കേട്ടോ. ബിൽഡിങ്ങിന് മേലെ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഇവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ അവസ്ഥ. നമ്മുടെ നാട്ടിലുള്ള പോലെ വീടിൻ്റെ സൈഡിലൊന്നുമല്ല AC കംപ്രസർ കാര്യങ്ങളൊന്നും വരാം. എല്ലാ കംപ്രസറും അതുപോലെ തന്നെ പ്രഷർ പമ്പ് കാര്യങ്ങളൊക്കെ വരൽ നമുക്ക് എന്ത് ചെയ്യും, ബിൽഡിങ്ങിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവും കേട്ടോ എല്ലാ സെറ്റപ്പും. നമ്മൾ താഴെ ഒരു ടാങ്ക് കണ്ടല്ലോ, താഴെ നമ്മൾ ഒരു വെള്ളത്തിന് ടാങ്ക് ഉണ്ടല്ലോ, ആ വെള്ളത്തിന് ടാങ്കിൽ നിന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ആ കാണുന്ന ടാങ്ക് ഉണ്ടല്ലോ, ആ കാണുന്ന ടാങ്കിൽ നിന്ന് നേരെ എന്ത് ചെയ്യും, ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, ഈ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. എന്നിട്ട് ഈ വെള്ളം ഈ ടാങ്ക് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടേക്കുള്ള പ്രഷർ പമ്പാണിത്, ഇവിടേക്കുള്ള പ്രഷർ പമ്പാണ്. ഈ പമ്പ് വഴിയാണ് ബാക്കിയുള്ള ഈ റൂമുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, വെള്ളം പമ്പ് ചെയ്യുക. ഓക്കെ, ഇതിലൂടെ ഈ ഒരു പൈപ്പ് ലൈനിലൂടെ എന്ത് ചെയ്യും, നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ പൈപ്പിലൂടെ എന്ത് ചെയ്ത് ഹൈ പ്രഷർ പൈപ്പാണ്, ഇവിടെ നിന്ന് അങ്ങനെ വന്നിട്ട് നേരെ താഴേക്ക് എന്ത് ചെയ്യും, ഈ വെള്ളം നേരെ താഴേക്ക് പോകും. ഇപ്പോൾ താഴെ ഒരു ബോക്സ് കണ്ടല്ലോ, ആ ബോക്സ് ഞാൻ കാര്യം പറഞ്ഞു കേട്ടോ, എന്തിനുള്ളതെന്നാണ്. ഇതിലൂടെ വെള്ളം നേരെ താഴേക്ക് പോകും. അതുപോലെ തന്നെ ഈ ഒരു കൂടിനുള്ളിലാണ് നമുക്ക് പ്രഷർ മറ്റേ അതുണ്ടല്ലോ നമ്മുടെ ഫയർ പമ്പ് കാര്യങ്ങളൊക്കെ, ഫയറിൻ്റെ സംഗതികളൊക്കെ ഇതിൻ്റെ മുകളിലാണ്. ഇതൊരു ടാങ്ക് ഉണ്ട്, ഈ ടാങ്കിൽ വെള്ളം ഉണ്ടാവും. അതുപോലെ ഈ ടാങ്കിലെ വെള്ളം എന്ത് ചെയ്യും, ഫയറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇതിനുള്ളിലേക്ക് ഒരു പൈപ്പ് ലൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ താഴെയുള്ള ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, മുകളിലേക്കുള്ള ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിച്ചിട്ട് ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുക. ഈ പ്രഷർ പമ്പൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന പ്രഷർ പമ്പുണ്ട്. നമ്മൾ താഴെ ഇപ്പോൾ ആരെങ്കിലും ടോയ്ലറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് 24 hour വർക്ക് ചെയ്യുന്ന പമ്പുകളാണ് ഇവിടത്തേക്ക്. ഈ പമ്പുകളൊക്കെ ഗ്രൗണ്ട് ഫോഴ്സ് അതുപോലെ തന്നെ എസ്പ പോലുള്ള നല്ല വലിയ വലിയ ബ്രാൻഡിൻ്റെ മോട്ടറുകളായിരിക്കും ഉണ്ടാവും. ഗ്രൗണ്ട് ഫോഴ്സിൻ്റെ മോട്ടറാണിത്. നല്ല അടിപൊളി മോട്ടറുകളായിരിക്കും ഇവിടെയുള്ള മോട്ടറുകളൊക്കെ. ഇവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ AC കംപ്രസർ എന്നുള്ള പൈപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്ത ഒരു പരിപാടി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേബിളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഇതുപോലെ എന്ത് ചെയ്യും, നമ്മളെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള പൈപ്പുകൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യും, ഇവർ കറക്റ്റ് ചെയ്ത് തരും. അതുപോലെ 2 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 3 ഇഞ്ചിൻ്റെ പൈപ്പ് കൺസീൽഡ് ആക്കിയിട്ട് വെച്ചിട്ട് ഈ പൈപ്പിനുള്ളിലൂടെയാണ് ഈ AC കംപ്രസറിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നേരെ താഴേക്ക് ഇറങ്ങുക. ഇത് ഇവിടെ വലിയ കുഴപ്പമുണ്ടാകുന്ന വരില്ല. പക്ഷെ നമ്മുടെ നാട്ടിലിത് ഒരിക്കലും സൂട്ടബിളായൊരു പരിപാടിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ 6 മാസത്തോളം തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ 2-3 പ്രാവശ്യമൊക്കെ മഴ പെയ്ത് അത്രയേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ വലിയൊരു സീൻ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആ ചെറിയൊരു മഴ പെയ്താൽ തന്നെ എന്ത് ചെയ്യും, ഇതിലൂടെ വെള്ളം ലീക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും,
ഇതുപോലെ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഫോമൊക്കെ അടിച്ച് ഫില്ലാക്കി സെറ്റാക്കി വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലീക്ക് കാര്യങ്ങൾ എപ്പോഴെങ്കിലെങ്കിലും മഴ ഉണ്ടാവണം, അപ്പോൾ ഇവിടെ വലിയ വിഷയമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല ഇവിടെ. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ നമ്മൾ ഇലക്ട്രിക്കൽ റൂമിൽ നിന്ന് വന്നിട്ട് ഈ ഡ്രൈവ് ആയി എന്ത് ചെയ്യും കണ്ടോ, ഇത് നേരെ ടി വിയിലേക്ക് പോണ പൈപ്പാണ്. ഈ പൈപ്പിലൂടെയൊക്കെ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പണിക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യലും പോസിബിളല്ല ബിൽഡിങ്ങിലൊന്നും. അതുപോലെ തന്നെയാണ് ടെലഫോണിൻ്റെ കേബിൾ ഉണ്ടോ, നമ്മളെ നെറ്റിൻ്റെ കേബിൾ വരും, ഇതിലൊക്കെ ലീക്ക് വരും. ഇതിലൊക്കെ വന്നിട്ട് ഇതിന് താഴെ നമുക്ക് മറ്റേ നെറ്റിന് വേണ്ടിയിട്ട് ഒരു ടെലഫോൺ DB പോലത്തെ ഒരു DB ഉണ്ടാകും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ DB ഉണ്ട്, രണ്ടും എടുത്തെടുത്തായിരിക്കും ഉണ്ടാവുക. ഇതിലൂടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ബസ് ബാറിലേക്ക് വെള്ളത്തി കത്തിപ്പോവും. അപ്പം അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. ഒരു മഴ പെയ്താൽ തന്നെ ഇവിടെ നല്ല മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ AC അതുപോലെ തന്നെ ഹീറ്ററൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ DP സ്വിച്ചുകളാണ് വരിക. ഇതുപോലെ ഒരു ഷോപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഇതിമ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ഏത് റൂമിൽ ACൻ്റെതാണെന്നുള്ളതൊക്കെ കറക്റ്റ് ഇതിൽ മെൻഷൻ ചെയ്ത് ലേബൽ ചെയ്തിട്ടുണ്ടാവും. ഇതിലൂടെയാണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ DP സ്വിച്ച് വെച്ചിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വെക്കും. ഇത് വാട്ടർ പ്രൂഫ് ഉണ്ടോ, അപ്പോൾ ഇതിൽ ചെയ്തിട്ട് ഇങ്ങനെയാണ് ACക്ക് കണക്ഷനൊക്കെ കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഒരു റൂമിലേക്ക് പോകുന്ന കേബിളാണിത്. എന്നിട്ട് ഇതിൻ്റെ എർത്ത് അതുപോലെ തന്നെ നെറ്റ് കേബിളൊക്കെ ഇതിലൂടെയാണ് പോവുക. ഇങ്ങനെ അതുപോലെ ഈ കാണുന്നതാണ് നമ്മളെ വെള്ളത്തിൻ്റെ ലൈൻ. നമ്മൾ താഴെ ഒരു ബോക്സ് ഉണ്ടല്ലേ, ആ ബോക്സിൻ്റെ കയറി വരുന്ന ലൈനാണിട്ടത്. അത് അവിടുത്തെ ഒരു ശരിക്കും മീറ്ററിങ് ബോക്സാണത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ മീറ്റർ ഉണ്ടല്ലോ, അതൊരു സ്മാർട്ട് മീറ്ററാണ് കേട്ടോ. നമ്മൾ നോർമലി അതിൻ്റെ ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെള്ളം എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി അറിയാൻ അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് അറിയാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും പറ്റും. നമ്മുടെ ഇവിടെ വെള്ളത്തിനൊക്കെ പലരും പറയലുണ്ട് നല്ല ചൂടാണെന്നൊക്കെ. അങ്ങനെ ചൂടാവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ലീവ് ഉണ്ടെങ്കിലേ ഇത് ഫുൾ PPR പൈപ്പ് കേട്ടോ. PPR പൈപ്പിന് സ്ലീവ് പോയി കഴിഞ്ഞാൽ ഈ സ്ലീവിൻ്റെ ഒരു ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചൂട് അബ്സോർബ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മളിപ്പോൾ ഒരു വാട്ടർ ഹീറ്റർ സോളാർ ഹീറ്റർ നിൽക്കുന്ന പോലത്തെ സെറ്റപ്പിലാണ് ഇപ്പോൾ നിലവിൽ ഇത് നിൽക്കുന്നത്. അതായത് നല്ല ചൂടുണ്ടായിരിക്കും. ചൂട് കാലത്ത് ഇതിലുള്ള വെള്ളം ഒഴിഞ്ഞു പോകുന്നത് വരെ നല്ല തിളച്ച വെള്ളമായിരിക്കും നമുക്ക് താഴേക്ക് കിട്ടുക. ആ ഒരു ബുദ്ധിമുട്ട്. ഇത് ഈ ഒരു പൈപ്പ് ലൈന് എത്രത്തോളം ഓപ്പൺ ആയിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ചൂടുണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഓപ്പൺ ആയിട്ട് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു വിഷയം വരിക. ഇത് നമ്മൾ ACൻ്റെ കോപ്പർ പൈപ്പിൽ ചെയ്യുന്ന സ്ലീവാണിത്. ഈ സ്ലീവിൻ്റെ ഒരു ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം നല്ല ചൂടായിരിക്കും. കംപ്ലീറ്റ് 3/4 ഇഞ്ചിൻ്റെ പൈപ്പാട്ടോ. അധികം സ്ഥലങ്ങളിലും നമുക്ക് ഉണ്ടാകും. പ്രഷർ പമ്പ് ഉണ്ടാകും. പിന്നെ നമുക്ക് അതൊരു വിഷയമായിട്ട് തോന്നില്ല. വെള്ളത്തിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ മോട്ടറുള്ള സമയത്ത് കിട്ടും. ഈ ഒരു പ്രഷർ പമ്പിൽ നിന്ന് പോകുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് താഴെ പോയിട്ട് ആ മീറ്റർ ബോക്സിലൂടെ വന്നിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ മീറ്റർ ബോക്സിൽ വന്നിട്ട് ഓരോ ലൈനിനും സെപ്പറേറ്റ് മീറ്റർ വെച്ചിട്ട് മുകളിലേക്ക് കയറിയിട്ട് ഇതിലൂടെ ഓരോ റൂമിലേക്കും എന്ത് ചെയ്യുക, മുകളിലൂടെ തന്നെ ഇറങ്ങുന്ന സെറ്റപ്പിലാണ് ഇവിടുത്തെ പ്ലംബിങ്ങിൻ്റെ സിസ്റ്റം ഒക്കെ ഉണ്ടാവും. അതുപോലെ റെയിൻ വാട്ടർ കാര്യങ്ങളൊക്കെ കൺസീൽഡ് ആയിട്ട് തന്നെ ഇതിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ STP ടാങ്കിൻ്റെ എയർ വെൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ കൺസീൽഡ് ആയിട്ട് തന്നെ ഇവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. സംഭവം പുറത്ത് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാകും. പക്ഷെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അത്ര നല്ലൊരു കാഴ്ചയല്ല സംഭവം. ഭയങ്കരമായിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇനിയൊരു ഫ്ലോറും കൂടി എടുക്കേണ്ടതൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഈ സംഭവം കംപ്ലീറ്റ് മാറ്റിയൊക്കെ മാറ്റി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് ഈ ഒരു വിഷയത്തിനുണ്ട്. വലിയ ബിൽഡിങ്ങിലൊന്നും ഒരു സീൻ ഉണ്ടാവില്ല കേട്ടോ. ചെറിയ ബിൽഡിങ്ങുകളിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവുക. നമുക്ക് ഏതായാലും താഴെ പോയിട്ട് ആ മീറ്റർ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് കേട്ടോ മീറ്റർ. ഇതിൽ ഓരോ റൂമിലേക്കും ഉണ്ടാവും റൂം നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും, ഷോപ്പ് നമ്പർ. അതുപോലെ തന്നെ ഇത് ഓരോ മീറ്റർ, ഇത് സ്മാർട്ട് മീറ്ററാണ്. ഇതിൽ നമ്മൾ നോർമലി വെള്ളം യൂസ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൊബൈൽ ആപ്പിലൂടെ കാണാനും എത്രത്തോളം കറണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ബില്ലയക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു സ്മാർട്ട് മീറ്ററാണ്. മേലെ നിന്ന് വരുന്ന പൈപ്പ് ലൈനാണ് ഇട്ടത്. ഇതിലൂടെ എല്ലാം കൺവേർട്ടാക്കി ഇവിടെ നിന്ന് പിന്നെ മേലേക്ക് പമ്പ് ചെയ്യും. മേലെ കൂടെ പോയി ഓപ്പൺ ടെറസിലൂടെ പോയിട്ടാണ് ഓരോ റൂമിലേക്കും എന്ത് ചെയ്യുക, പൈപ്പ് ലൈന് വെള്ളം എത്തിക്കുക. ഈ ഒരു മീറ്റർ വഴിയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൊബൈലിൽ ഇതിൻ്റെ അപ്ഡേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ ദുബായിലെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ചെറിയ കാര്യങ്ങൾ.